ഇത്രയും കറുവപ്പട്ടയുടെ കായകളാണ് പറിച്ചെടുത്തിട്ടുള്ളത്. ഇതിന് ഈ ഒരു ചാക്കിലേക്ക് ചെരിയാണ്. ഇങ്ങനെ ചെരിഞ്ഞ ശേഷം ഒന്ന് പരത്തിയിടണം. ഒന്ന് വൃത്തിയാക്കി എടുക്കാനാണ് ഇതുപോലെ പരത്തിയിടുന്നത്. ഉമ്മയും ഞാനും ചേർന്നിട്ട് ഇലകളും കിട്ടുന്ന കമ്പുകളൊക്കെ മാറ്റിയാണ്. കമ്പുകൾ ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. അപ്പോൾ വലിയ കമ്പുകളൊക്കെ പൊട്ടിച്ച് ബാക്കിയുള്ളത് ഉണക്കാനിട്ടതിന് ശേഷമാണ് നമ്മൾ കളയുന്നത്. വലിയ കമ്പും അതുപോലെ തന്നെ ഇലകളും മാത്രമാണ് ഇപ്പം നിന്നൊക്കെ എടുത്ത് മാറ്റുന്നത്. ഇത് കുറച്ച് പണിയുള്ള കാര്യമാണ്. നമ്മൾ പറിക്കുന്ന സമയത്ത് എളുപ്പത്തിന് വേണ്ടിയാണ് ഇതുപോലെ വലിയ തണ്ടാക്കിയിട്ട് പറിച്ചിട്ടുള്ളത്. അല്ലാതെ മരത്തിൽ നിന്നതിനൊക്കെ പറിച്ചെടുക്കുമ്പോൾ അതുപോലെ തന്നെ കമ്പിൽ നിന്ന് വെട്ടിയിട്ട് കമ്പിൽ നിന്നൊക്കെ പറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ചെറുതാക്കി എടുത്ത് അത്രയും സമയം പോകും. അതുകൊണ്ട് അപ്പം നമ്മൾ ഏകദേശം ഊരി എടുക്കുന്ന പോലെയാണ് പറിക്കുന്നത്. അപ്പോൾ കമ്പുകൾ എന്തായാലും ധാരാളമായിട്ട് പെടുന്നുണ്ട്. ഇന്ന് കിട്ടുന്നതൊക്കെ ഇതുപോലെ വലിയ കമ്പുകൾ മാത്രമേ ഇപ്പോൾ എടുത്ത് മാറ്റുന്നുള്ളൂ. ഇനി ഇലകളുണ്ട്. ഇലകൾ കുറവാണ്, എന്നാലും നമ്മൾ പറിച്ച് പെട്ടെന്ന് കിട്ടുന്ന സമയത്ത് ധാരാളം ഇലകളൊക്കെ ഇടുന്നു. പട്ടയുടെ കായകൾ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കാണ്. അപ്പം ചാക്കിൽ ഇതുപോലെ ഇനി പരത്തിയിടണം. ഏകദേശം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ചെറിയ കമ്പുകളൊക്കെ ഉണ്ട്. ആ കമ്പുകളൊക്കെ ഇനി ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് പൊടിഞ്ഞു പോരും. അതിൽ തന്നെ എന്നിട്ട് പാറ്റിയെടുക്കുക നമ്മൾ ചെയ്യാറുള്ളത്. അപ്പം നല്ല വെയിൽ കൊള്ളണം. ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം വെച്ചാൽ വൈകുന്നേര സമയങ്ങളിൽ നമ്മളിത് മൂടി വെക്കണം. മഞ്ഞൊന്നും കൊള്ളാൻ പാടില്ല. മഞ്ഞൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി പോകും. ഇതിൻ്റെ ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ നിറത്തിൽ വ്യത്യാസമൊക്കെ വന്നാൽ ഇതിൻ്റെ മാർക്കറ്റ് പോകും. അതുകൊണ്ട് വൈകുന്നേര സമയങ്ങളിൽ മൂടി വെച്ച് രാവിലെ വെയിലത്ത് ഇതുവരെ പരത്തിയിടണം. ഏകദേശം നല്ല ഉണക്കാവുന്നവരെ ഇതുപോലെ വെയിലത്തിടണം. ഈ കമ്പുകളൊക്കെ നമ്മൾ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പൊടിഞ്ഞു പോകും. പൊടിഞ്ഞതിന് ശേഷം നമ്മൾ മുറത്തിൽ ചേറി വൃത്തിയാക്കിയിട്ടാണ് ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. കറുവപ്പട്ടയുടെയും എലമംഗലത്തിൻ്റെയൊക്കെ മരം വീട്ടിലുള്ളവർ മഴയ്ക്ക് മുന്നേ അതിൻ്റെ കായകളൊക്കെ ഇതുപോലെ പറിച്ചുണക്കുക. മാർക്കറ്റിൽ ഇപ്പോൾ ഇതിൻ്റെ ഉണക്കക്കായ്ക്ക് 2000 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്.